We shall now discuss about the energy of electron in orbit. റുദർഫോർഡ് മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസ് സെൻറ്ററിലും അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പോലെ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ സർക്കുലാർ മോഷന് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദി ന്യൂക്ലിയസ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv²/r. Centripetal force is provided by the electrostatic force of attraction between nucleus and electron. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസ് ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ്. അതിൽ ഒരു പ്രോട്ടോൺ ആണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂളം ഫോഴ്സിൻ്റെ ഫോർമുല 1/4πε0 Q1 Q2 എന്ന് പറയുന്നത് ചാർജ് ഓഫ് പ്രോട്ടോൺ ഇ ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഓൾസോ ഇ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഡിവൈഡഡ് ബൈ r². ഇതിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ് അല്ലേ. ഇതിൽ ആറും ഇവിടുത്തെ ഈ സ്ക്വയറും പോയി കഴിഞ്ഞാൽ r ഈസ് ഈക്വൽ ടു e² / 4πε0 mv². ഇതാണ് റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്, ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വി ഷാൽ ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ഈക്വൽ ടു mv² നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ആറും ക്യാൻസൽ ചെയ്യാം, ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്തു. അപ്പോൾ mv² കിട്ടി. ഇതിനൊരു ഹാഫും കൂടി ആയാൽ അത് കൈനറ്റിക് എനർജി ആയി അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv² ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv² എന്താണ് e² / 4πε0 r, അതായത് e² / 4 × 2 8πε0 r. ഇതാണ് കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല. ദിസ് ഈസ് എ expression for kinetic energy. Now we have to find the potential energy of the electron. Potential energy ന്റെ ഫോർമുല 1/4πε0 Q1 Q2/r ആണ്. 1/4πε0 Q1 എന്നുള്ളത് പ്രോട്ടോണിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് -e ആണ്. അവിടെ നെഗറ്റീവ് സൈൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, -e. അപ്പോൾ e² / r, Q1 Q2/r. So this is the formula for potential energy. Now the total energy is equal to kinetic energy plus potential energy. അതായത് e² / 8πε0 r minus e² / 4πε0 r. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാം. e² / πε0 r പുറത്തേക്ക് എടുത്തു. ഉള്ളിലുള്ളത് 1/8 - 1/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു e² / πε0 r ഇൻറ്റു 8 LCM ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 - ഇതിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ 2/8 എന്നാവും അല്ലേ. 1/4 എന്നുള്ളതിനെ നമുക്ക് 2/8 എന്ന് എഴുതാം. അപ്പോൾ 1 - 2/8. 1 - 2 പറയുന്നത് -1 ആണ്. സോ ദ ഫോർമുല ബിക്കംസ് -e² / 8πε0 r. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ടോട്ടൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ. ടോട്ടൽ എനർജി ഈസ് -e² / 8πε0 r. അപ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. ദിസ് ഷോസ് ദാറ്റ് ദി ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ് ടു ദ ന്യൂക്ലിയസ്. ആ ഫോഴ്സ് അട്രാക്ഷൻ ആണ്. ദ ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. പോസിറ്റീവ് എനർജി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽഷൻ ആണ് എന്നാണ്.